ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ദശാംശ സംഖ്യയാണ് തന്നേക്കുന്നത്. 135.876 എന്ന സംഖ്യയിൽ 8ൻ്റെ സ്ഥാനം എത്രയാണ്? 8ൻ്റെ സ്ഥാനവിലയല്ല, സ്ഥാനവും സ്ഥാനവിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. 8ൻ്റെ സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ഒന്നാമത്തേതാണെങ്കിൽ സംഖ്യ ചോദിച്ചെങ്കിൽ 1/10. 135.876 7ൻ്റെ സ്ഥാനം എത്രയാണെന്ന് വെച്ചാൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആയതുകൊണ്ട് അതിന് 1/100 അതിൻ്റെ സ്ഥാനം. രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ 1/100. ഇനി 6ൻ്റെ സ്ഥാനമോ പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ സ്ഥാനമാണെങ്കിൽ 3 അതായത് അങ്ങനെ ഓർത്തിരുന്നാൽ 1/1000 മൂന്നാമത്തെ സ്ഥാനം. ഇനി 5ൻ്റെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 5ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനമാണ്. ഇത് സാധാരണ നമ്മൾ ഹോൾ നമ്പറാണ്, പൂർണ്ണസംഖ്യ 135 എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ 5 ഒറ്റ 3 10 1 100. അതായത് 5 ഏതിൻ്റെ സ്ഥാനമാണ്? ഒറ്റയുടെ സ്ഥാനം. ഇനി 3ൻ്റെ സ്ഥാനമോ? 3ൻ്റെ സ്ഥാനം 10. 10ആണ്. 1ൻ്റെ സ്ഥാനമോ 100. ഇനി 114.5 5ൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആണെങ്കിൽ 1/10. ഇവിടെ നോക്കാം. ഇവിടെ 135.876 8ൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് 1/10. പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സംഖ്യയ്ക്ക് 1/100 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യയ്ക്ക് 1/1000. ഇനി 5ൻ്റെ സ്ഥാനം ഇവിടെ ഹോൾ നമ്പറാണ്. 135 എന്ന് പറയുന്നത് 5 ഒറ്റയുടെ സ്ഥാനത്താണ്. ഒറ്റ. 3ൻ്റെ സ്ഥാനം 10ൻ്റെ സ്ഥാനത്ത്. 1ൻ്റെ സ്ഥാനം 100. ഇനി 114.5 5ൻ്റെ സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് 1/10. ദശാംശ സംഖ്യ തന്നിട്ട് സ്ഥാനവിലയാണ് ചോദിച്ചെങ്കിൽ സ്ഥാനവില 8ൻ്റെ സ്ഥാനം ഇവിടെ എത്ര? 1/10. അതിനെ 8 ഇട്ട് ഗുണിക്കണം. 8 ഗുണം 1/10. അപ്പോൾ അത് 8/10. അതായത് 8/10 എങ്ങനെ ഓപ്ഷനിൽ തന്നേക്കുന്നതെന്ന് വെച്ചാൽ 0.8. 8നെ 10 വെച്ച് ഹരിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. ഇനി 7ൻ്റെ സ്ഥാനവിലയാണെങ്കിൽ 7 × 1/100. അതായത് 7 ഒരു സ്ഥാനമാണ്. 2 സ്ഥാനം വേണ്ടതുകൊണ്ട് 2 സ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ഥാനത്തിന് 0 കൊടുത്തു. ഇനി 6ൻ്റെ സ്ഥാനമാണ് ചോദിച്ചത്. സ്ഥാനവില 7ൻ്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ ആ 7 ഇട്ട് ഗുണിക്കണം. സ്ഥാനം എത്ര മുമ്പ് നമ്മൾ ചെയ്തു. അപ്പോൾ സ്ഥാനം ഇട്ട് ഗുണിക്കണം. അതായത് 7ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/100 അപ്പോൾ 7നെ 1/100 ഇട്ട് ഗുണിക്കണം. 0.07. ഇനി 6ൻ്റെ സ്ഥാനമോ? ദശാംശം കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ ആയതുകൊണ്ട് ഈ 1/1000 ഈ 6 കൂടി ഇട്ട് ഗുണിക്കണം. അതായത് 6 3 സ്ഥാനം മാറ്റി കുത്തണം. ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് 2 0 കൂടെ കൊടുത്തു. ഇത് വരും 6 × 1/1000. സ്ഥാനവില ചോദിച്ചാൽ ആ സ്ഥാനവും ആ സംഖ്യയും കൂടെ ഗുണിക്കണം. സ്ഥാനം എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് ആ 8ഉം 1/10 അതിൻ്റെ സ്ഥാനവും കൂടി ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് സ്ഥാനം 1/10. 8ഉം 1/10 കൂടെ ഗുണിക്കുമ്പോൾ 8/10. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 0.8. ഇനി 7ൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആയതുകൊണ്ട് 7 ഇട്ട് ഗുണിക്കുക. അതായത് അതിൻ്റെ സ്ഥാനം ഇട്ട് ഗുണിക്കുക. 1/100. രണ്ടാമത്തെ സംഖ്യ ആകുമ്പോൾ 1/100. അതായത് 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തണ്ട. അവിടെ ഒരു സംഖ്യയുള്ള 7 ഉള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ ഒരു 0 കൊടുത്തിട്ട് 0.07. 6ൻ്റെ സ്ഥാനവില എന്ന് പറയുമ്പോൾ ഇവിടെ 6 പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഇതിലാണ്. 6 ഗുണം
1/1000. അതിൻ്റെ സ്ഥാനം ഇട്ടാൽ ഗുണിച്ചാൽ മതി. അതായത് 6 ഒറ്റ സംഖ്യയാണ്, 3 സ്ഥാനം വേണം. ഇവിടെ 2 പൂജ്യവും ഇട്ട് കൊടുത്തു, 3 സ്ഥാനം. ഇനി 5ൻ്റെ സ്ഥാനവില നമുക്കറിയാം, ഒറ്റയാണ്. 5 ആ സ്ഥാനം ഇതും കൂടെ ഇട്ട് ഗുണിച്ചാൽ മതി. അതായത് 5 × 1 ഒറ്റ 5 ഒറ്റ എന്ന് പറഞ്ഞാൽ 5 × 1. ഇനി 3ൻ്റെ സ്ഥാനവില 3 10ൻ്റെ സ്ഥാനത്താണ്. അതായത് 3 × 10 30. ഇവിടെ ഹോൾ നമ്പർ ആകുമ്പോൾ, പൂർണ്ണസംഖ്യ ആകുമ്പോൾ 3 കഴിഞ്ഞ് എത്ര ഇവിടെ ഉണ്ടോ അതിനനുസരിച്ച് 0 കൊടുത്താൽ മതി. ഒറ്റ 5 ഒറ്റ 3 10, അതായത് 3 × 10 30. 1ൻ്റെ സ്ഥാനവില അതേ സ്ഥാനത്താണ്, ഒറ്റ 10 100. 1 100ൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് 1 × 100 = 100 അതിൻ്റെ ഉത്തരം. സ്ഥാനവില. ഇനി 214.5-ൽ 5ൻ്റെ സ്ഥാനവില എത്ര? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണ്. അതായത് ആ സംഖ്യയെ 1/10 ഇട്ട് ഗുണിക്കണം. അതായത് 5/10. ഒരു സ്ഥാനം മാറ്റി കുത്തിടണം. 0.5 അല്ലെങ്കിൽ 0.5 ആണ് ഒരു ഡെസിമൽ സംഖ്യയുടെ സ്ഥാനവില കാണുന്നത്. പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ സംഖ്യ ആണെങ്കിൽ ആ സംഖ്യയെ 1/10 ഇട്ട് ഗുണിക്കണം. പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ആണെങ്കിൽ ആ സംഖ്യയെ 1/100 ഇട്ട് ഗുണിക്കണം. പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യയുടെ സ്ഥാനവില ചോദിച്ചതെങ്കിൽ സപ്പോസ് മൂന്നാമത്തെ സംഖ്യ 4 ആണെന്നിരിക്കട്ടെ, 4 × 1/1000 മൂന്നാമത്തെ ആണെങ്കിൽ. പിന്നെ സാധാരണ ഹോൾ നമ്പറിൻ്റെ നമുക്കറിയാവുന്നതാണ് 5 ഒറ്റ 3 10 1 100. അതായത് 5 ഒറ്റ എന്ന് പറയുമ്പോൾ 5 × 1 5 സ്ഥാനവില. 3 10 എന്ന് പറയുമ്പോൾ 3 × 10 30. 1 100 എന്ന് പറയുമ്പോൾ 1 × 100 100. ഇവിടെ 214.5-ൽ 5ൻ്റെ സ്ഥാനമില്ല. പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ആയതുകൊണ്ട് ആ നമ്പറും 1/10 കൂടി ഇട്ട് ഗുണിക്കുക. അതായത് 5/10. ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം 0.5. ഇവിടെ ഇത് കൂട്ടാൻ 3.3 3.33 ഇവിടെ എല്ലാം വേണേൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം കൂട്ടാൻ എളുപ്പത്തിന്. 6 3 3 3 6 9.963 വരും ഉത്തരം. അതാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇവിടെ 3.3 പോയിന്റ് എല്ലാം നേരെ വരണം. ഇവിടെ 3.3 ഇപ്പുറത്തോട്ട് 0 ഇട്ട് കൊടുത്തു നമുക്ക് കൂട്ടാൻ സൗകര്യത്തിന്. വിലയ്ക്ക് വ്യത്യാസം വരില്ല. ഇവിടെ അതുപോലെ ഇതിന് കണക്കായിട്ട് ഈ 3 സ്ഥാനത്തിന് കണക്കായിട്ട് അങ്ങ് 0 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് കൂട്ടുക. പോയിന്റ് എല്ലാം നേരെ വരണം. ഇവിടെ 122.992 മൈനസ് ഇത് ഏതോ ഒരു സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഈ എക്സ് അങ്ങ് അപ്പുറം പോയിട്ട് ഈ സംഖ്യ ഇങ്ങിപ്പുറം വന്നാൽ മതി. ഈ -x അങ്ങ് അപ്പുറം പോകുമ്പോൾ എന്ത് വരും? എക്സ് പോസിറ്റീവ് എക്സ് ആകും. 122.992 മൈനസ് 57.76 ഇതിങ്ങിപ്പുറം വരുമ്പോൾ വീണ്ടും -31.1. ഈ -x അങ്ങ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവ് എക്സ് ആകും. നമുക്കറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു. അതായത് 2 മൈനസ് ചിഹ്നം ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ 2ഉം കൂടി കൂട്ടി മൈനസ് ഇടുക. അതായത് ഒരു -10 -20 എന്ന് പറഞ്ഞാൽ -30. ഇവിടെ -57.76 31.1 എന്ന് പറയുന്നത് 0 എന്ന് കൊടുക്കുക. അത് രണ്ടും കൂടെ കൂട്ടി മൈനസ് ചിഹ്നം ഇട്ടാൽ മതി. അതായത് 6 7 1 8 8 5 3 8. അതായത് 2 മൈനസ് സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ രണ്ടും കൂടി കൂട്ടി -10 -25 എന്ന് പറഞ്ഞാൽ -35 25ഉം 10 കൂട്ടിയിട്ട് മൈനസ്. അതുപോലെയാണിത്. ദശാംശ സംഖ്യ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ 57.76 31.1 കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം കൊടുക്കും. അതായത് 122.992 നിന്ന് ഈ കിട്ടിയത്, അതായത് മൈനസ് ചിഹ്നം, അത് 2 മൈനസ് ആയതുകൊണ്ട് കൂട്ടിയിട്ട് മൈനസ് കൊടുക്കുക. 8.86 കുറയ്ക്കണം. 122.992 നിന്ന് 88.86 കുറയ്ക്കണം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, ഒരുപോലെ ആകാൻ വേണ്ടി ചെയ്യാൻ സൗകര്യത്തിന്. ഇത് 0 പോകെ 2 3 8 1 4
34.132. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 34. ഈ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ക്രിയാൻ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണം. രണ്ട് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ 57.76 31.1 കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്തു ഇവിടെ. അപ്പം -10 പ്ലസ് -15 എന്ന് പറയുന്നത് 10ഉം 15ഉം കൂടെ ആഡ് ചെയ്തിട്ട് -25 എന്ന് എഴുതും. രണ്ടും കൂടെ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ. അങ്ങനെ ഇത് ഇവിടെ നമുക്കറിയാത്തതുകൊണ്ട് ഈ സംഖ്യ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ 122.992 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇതാണ് ചോദ്യം. എക്സിൻ്റെ വില കാണാൻ. അപ്പോൾ ഈ എക്സ് ഈക്വൽ സൈന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ നെഗറ്റീവ് എക്സ് അങ്ങ് അതിൻ്റെ പോസിറ്റീവ് ആവും, എക്സ് ആവും. ഇവിടെ ഈ രണ്ട് സംഖ്യകൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ടും അങ്ങ് നെഗറ്റീവ് ആകും. രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. 57.76 നെഗറ്റീവ് ആകും, 31.1 നെഗറ്റീവ് ആകും. അപ്പം രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ക്രിയേറ്റ് ചെയ്യാൻ വന്നാൽ രണ്ട് സംഖ്യയും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. അതായത് രണ്ടും കൂടെ കൂട്ടി നെഗറ്റീവ് ചിഹ്നം കൊടുക്കുക. -88.86. എന്നിട്ട് ഇത് കുറച്ചാൽ മതി. 122.992 88.86 കുറയ്ക്കുക. 34.132. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1.010101 എക്സെട്ര ഇതിൻ്റെ വില എത്ര? അതായത് ഇതിനെ നമുക്ക് 1 + 0.010101 എക്സെട്ര 1.010101 അതിനെ. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ റെക്കറിങ് ഡെസിമൽസ് ആണ്, അതായത് ആവർത്തക ദശാംശമാണ്. ഈ 010101 എന്ന് പറയുന്ന രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഈ സംഖ്യ അങ്ങ് എഴുതുക, 01 റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആവർത്തിച്ച് വരുന്ന സംഖ്യ അങ്ങ് എഴുതുക. രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ 99, 29 ഇട്ട് കൊടുക്കുക. മൂന്ന് സംഖ്യയാണ് ആവർത്തിച്ച് വരുന്നതെങ്കിൽ ആ മൂന്ന് സംഖ്യ എഴുതിയിട്ട് 39 ഇട്ട് കൊടുക്കുക. 0.555 എന്നാണ് വരുന്നതെങ്കിൽ 5/9. 0.444 എന്നാണ് വരുന്നതെങ്കിൽ അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ 4/9. ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് സംഖ്യയാണ് ആവർത്തിക്കുന്നത്, 010101 അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 01/99, അതായത് 1 + 01 എന്ന് പറഞ്ഞാൽ ഇത്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1×99 + 1/99. ഇനിയും ഗുണിക്കാനുള്ള ഒന്ന് ചെയ്യണം. 99 + 1/99, അതായത് 100/99 വരും അതിൻ്റെ ഉത്തരം. 100 ഇതേ മോഡലിലുള്ള ഏത് കണക്ക് ചെയ്യാൻ വന്നാലും അങ്ങനെ ചെയ്താൽ മതി. ആ ഹോൾ നമ്പറിങ് എടുക്കുക പ്ലസ് മറ്റേ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സംഖ്യ, ആവർത്തക ദശാംശ സംഖ്യ. അതായത് എത്ര എണ്ണം ആവർത്തിച്ച് വരുന്നത്. ഇവിടെ 2 ഡിജിറ്റാണ് ആവർത്തിച്ച്, അതുകൊണ്ട് ആ ഡിജിറ്റ് തന്നെ എഴുതുക. 0.232323 എന്ന് പറഞ്ഞാൽ 23/99. ഇവിടെ 01 ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്, അതുകൊണ്ട് /99 അതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1×99 + 1/99, അതായത് 99 + 1/99 100/99 വരും. ഇതേ മോഡലിലുള്ള ഏത് കണക്ക് ചെയ്യാൻ വന്നാലും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം 0.251 251 251 ഇങ്ങനെ മൂന്ന് സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വന്നെങ്കിൽ 251 റിപ്പീറ്റ് ചെയ്ത് എഴുതുക, 39 ഇടുക. 0.25 അങ്ങനെ വന്ന് എക്സെട്ര എന്നാ വന്നെങ്കിൽ 25/2 സംഖ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 99. ഒരു സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ 9. എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരുന്നോ അത്രയും 9 ഇട്ട് കൊടുത്താൽ മതി. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 സൈഡും തുല്യമാണ്, 3 വശവും തുല്യമാണ്, 3 ഭുജങ്ങൾ. അങ്ങനെയുള്ള ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്. ചുറ്റളവ് കാണാനുള്ള ഫോർമുല 3a ആണ്. 3 ഗുണം വശം a ആണെങ്കിൽ 3a 36 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വില 36/3 കൂടെ കിടക്കുന്ന 3 ഇട്ട് ഹരിക്കുന്നു. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എന്ന് വരും ഒരു വശത്തിൻ്റെ നീളം. വശത്തിൻ്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉന്നതി കാണാൻ ഒരു ഫോർമുല ഉണ്ട്, √3 × a/2. √3a/2 ഉന്നതി കാണാനുള്ള ഫോർമുല എന്താണെന്ന് √3 × a എത്ര നമ്മൾ കണ്ടുപിടിച്ചു, 12/2. ഇത് കട്ട് ചെയ്യും 6, അതായത് 6 × √3, 6√3 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 6√3 സെൻറ്റിമീറ്റർ. ഒരിക്കൽ കൂടെ പറയാം, ചുറ്റളവ് കാണാനുള്ള ഫോർമുല 3a ആണ്. ചുറ്റളവ് തന്നിട്ടുണ്ട് നമുക്ക് 36 സെൻറ്റിമീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ 3a എന്ന് പറയുന്നത് 36. അങ്ങനെയാണെങ്കിൽ ഒരു വശം കാണാൻ 36നെ 3 വെച്ച് ഹരിക്കുക, 12. ഇനി ഉന്നതി കാണാൻ സമഭുജ ത്രികോണത്തിൻ്റെ ഉന്നതി എങ്ങനെ കാണും, √3a/2 എന്നൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ √3 × a എന്ന് പറയുന്നത് ഒരു വശം. അപ്പോൾ കണ്ടുപിടിച്ചു.
ഇൻറ്റു 12/2. 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ √3 ഇൻറ്റു 6, അതായത് 6√3 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതിൻ്റെ ഉന്നതി കാണാനുള്ള ഫോർമുല, ചുറ്റളവ് കാണാനുള്ള ഫോർമുല എല്ലാം പഠിച്ചിരിക്കുക. 4x സമം 4/2x. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിങ്ങനെ 4x ഇൻറ്റു 2x സമം 4. ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ടായതുകൊണ്ട് (m) നമുക്ക് (a)m (b)m എന്ന് എഴുതാം. അതുപോലെ ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ടായതുകൊണ്ട് 4 × 2 എന്ന് എഴുതാം സമം 4. അതായത് 8x സമം 4. ഇനി രണ്ടിൻ്റെ പവറാക്കി എഴുതുക. അതായത് 8നെ എന്ന് എഴുതാം 2³ സമം 2². 4നെ 2ൻ്റെ പവറാക്കി, 8നെ 2ൻ്റെ പവറാക്കി. ഇനി (a)m എന്ന് പറയുന്നത് (a)m × n ആണ്. അതായത് 2⁵3 എന്ന് പറഞ്ഞാൽ 2⁵3 × x, അതായത് 3x ആണ് എന്ന് പറയുന്നത് 2² ആണ്. കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ്. ഇവിടെ രണ്ടിടത്തും 2ആണ്. ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. ഈ 2ഉം 3x തുല്യമാണ്. അതായത് 3x സമം 2. അപ്പോൾ x സമം 2/3 വരും. കൂടെ കിടക്കുന്ന 3 വെച്ച് ഹരിക്കുക. 2/3 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 4x ഇൻറ്റു 2x സമം 4. ഇവിടെ രണ്ടിടത്ത് എക്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. 4 × 2 സമം 4. (ab) എന്ന് പറയാം (a)m ഇൻറ്റു (b)m. അതായത് 8x സമം 4. ഇതിനെ രണ്ടിനെ നമുക്ക് 2ൻ്റെ പവറാക്കി എഴുതാം. 2³ സമം 2². അതായത് (a)m എന്ന് പറഞ്ഞാൽ (a)m × n ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁵3 × x 3x സമം (a)m മോഡലാണല്ലോ സമം 2⁵2. അതായത് ഇവിടെ ബേസ് തുല്യമാണ്. ഇവിടെ ബേസ് രണ്ടിടത്തും 2ആണ്. അങ്ങനെയാണെങ്കിൽ പവേഴ്സ് തുല്യമാണ്. ബേസ് തുല്യമാണെങ്കിൽ 2⁵3x = 2². അപ്പോൾ ഇവിടെ 3x സമം പവേഴ്സ്, പവർ 3x-ഉം 2ഉം സമം 2. ബേസ് തുല്യമായ കൃത്യങ്ക നിയമം അനുസരിച്ച് ഇപ്പോൾ (a)x = (a)² എന്ന് പറഞ്ഞാൽ x = 2 ആണ്. കാരണം ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സും തുല്യമായിരിക്കും. കൃത്യങ്ക നിയമം അനുസരിച്ച് തിരിച്ചുമാണ്. പവേഴ്സ് രണ്ടും തുല്യമായാൽ ബേസും തുല്യമാണ്. അപ്പോൾ (x⁵3 = 5⁵3). ഇവിടെ രണ്ടിടത്തും പവർ തുല്യമായാൽ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. ബേസ് തുല്യമാണ്. ഇവിടെ പവർ രണ്ടും 3 ആയതുകൊണ്ട് നമുക്ക് ബേസും തുല്യമാക്കി എഴുതാം കൃത്യങ്ക നിയമം അനുസരിച്ച്. അപ്പോൾ 3x സമം 2 ആണെങ്കിൽ എക്സ് സമം ഈ കൂടെ കിടക്കുന്ന 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ, അത് ഏറ്റവും ചെറുത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സംഖ്യാരേഖ നമുക്ക് മനസ്സിൽ വരണം. സംഖ്യാരേഖയിൽ ഒത്ത മധ്യത്ത് 0. 0യിൽ നിന്ന് റൈറ്റിലോട്ട് വലതുവശത്തോട്ട് പോകും തോറും സംഖ്യ കൂടി വരും. 1 2 3 4 അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ 100 എന്നൊക്കെ പറയാൻ ഇൻഫിനിറ്റി കുറേ അങ്ങോട്ട് പോകും. ഇവിടെ ഇടത്തോട്ട് വരും തോറും കുറഞ്ഞാണ് വരുന്നത്. അപ്പം സംഖ്യയുടെ അത് നോക്കണ്ട. നെഗറ്റീവ് ആണെങ്കിൽ സംഖ്യയുടെ അളവ് കൂടുമ്പോൾ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇത് 0യേക്കാൾ കൂടുതലാണ് 100. അതുകൊണ്ട് അതല്ല, 0യും അല്ല 100ഉം അല്ല. ഇവിടെ -50 -100. അതായത് ഇവിടെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ -4 -5 അങ്ങനെ വരും. ഇങ്ങനെ ഇങ്ങോട്ട് പോകും. കുറഞ്ഞ് ഇടത്തോട്ട് വരും തോറും കുറഞ്ഞാണ് വരുന്നത്. അതായത് -1 -4 എടുക്കുമ്പോൾ -1 ആണ് വരുന്നത്. അതായത് ഈ സംഖ്യയുടെ വലുപ്പം നോക്കണ്ട. നെഗറ്റീവ് വരുമ്പോൾ -5 -10 അങ്ങനെ എടുക്കുമ്പോൾ -10 ചെറുതാണ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ ഈ -100 ആണ് ഉത്തരം. -100. ഈ -50 കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരും. -51 -52 ഇങ്ങനെ ഇങ്ങോട്ട് കുറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറേ ഇങ്ങെത്തുമ്പോഴാണ് -100 വരുന്നത്. ഇതിനേക്കാൾ ഇടത്തോട്ട് 100ാമത്തെ ഇത് വരും. അതായത് ഏറ്റവും ചെറിയ സംഖ്യ. ഇവിടെ സംഖ്യയുടെ വലുപ്പം നോക്കണ്ട. നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പം അക്കം കൂടുതലുള്ളതാണ് ചെറുത്. ഇവിടെ -50 -100 നോക്കിയാൽ ഈ -100 ആണ് ചെറുത്. ഇതിലേക്ക് ഏറ്റവും ചെറുത് -100. -100 ഏറ്റവും ചെറുത്. അതായത് ഇത് രണ്ടും ഇത് 100 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. 0
ഈ നെഗറ്റീവ് നമ്പറിനേക്കാൾ വലുതാണ്, കാരണം 0 ഇതിനെയൊക്കെ വലത്ത് സൈഡിലാണ്, ഈ -1ൻ്റെയും വലത്ത് സൈഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും തോറും കുറഞ്ഞു വരും. അതായത് -50 എന്ന് പറഞ്ഞാൽ അതും കഴിഞ്ഞ് വീണ്ടും ഇടത്തോട്ട് വരും തോറുമാണ് -100 വരുന്നത്. സംഖ്യ കൂടുമ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. -50 -60 എന്ന് പറഞ്ഞാൽ -60 ചെറുത്. ഇവിടെ ഉത്തരം ഇതാണ്. ഇനി സങ്കലന വിപരീതം എന്ന് പറഞ്ഞാൽ ഈ 15ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാലാണോ 0 കിട്ടുന്നത് അതിനെയാണ് നമ്മൾ അതിൻ്റെ സങ്കലന വിപരീതം എന്ന് പറയുന്നത്. 15 + -15, അതായത് -15 കൂടെ ക്യാൻസലായി പോകും. ഇപ്പം -1/2ൻ്റെ സങ്കലന വിപരീതം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇട്ട് കൊടുത്താൽ +1/2. -10ൻ്റെ സങ്കലന വിപരീതം എത്രയാണെന്ന് ചോദിച്ചാൽ +10. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. ഇവിടെ -2/3യുടെ സങ്കലന വിപരീതം ഏതാണെന്ന് ചോദിച്ചാൽ +2/3, അല്ലെ 2/3യുടെ സങ്കലന വിപരീതം ഏതാണെന്ന് ചോദിച്ചാൽ -2/3. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് കട്ടായി ക്യാൻസലായി പോകണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈനും ഇട്ട് കൊടുത്താൽ മതി. പോസിറ്റീവായി ചോദിച്ചെങ്കിൽ നെഗറ്റീവായി ചോദിച്ചെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ അത് രണ്ടും കൂടെ അങ്ങ് വരും. സെയിം ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസലായിട്ട് 0 വരും. നമുക്കിവിടെ ഓപ്ഷൻ C ആണ്. ചതുര റെക്റ്റാങ്കിൾ, അതിൻ്റെ ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഡയഗണൽ. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്ന വികർണം തന്നിട്ടുണ്ട്. വികർണം 10 സെൻറ്റിമീറ്റർ, നീളം 8 സെൻറ്റിമീറ്റർ ആയാൽ ബ്രെഡ്ത്ത് നമുക്ക് അറിയില്ല. അതായത് നമുക്കൊരു ഫോർമുല ഉണ്ട്. വികർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ L² + B², ലെങ്തിൻ്റെ സ്ക്വയറും നീളത്തിൻ്റെ സ്ക്വയറും വീതിയുടെ സ്ക്വയറും കൂടെ കൂട്ടുന്നതാണ് വികർണത്തിൻ്റെ സ്ക്വയർ. ഇത് നീളം, ഇത് വീതി, ഇതാണ് വികർണം. ഒരു എതിർ കോണുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. അതായത് AC എന്ന് പറയും ഇവിടെ. അതായത് നമുക്ക് L² + B² എന്ന് പറയുന്നത് D² ആണല്ലേ വികർണം. അറിഞ്ഞുകൂടാത്ത അങ്ങനെ തന്നെ എഴുതുക. L² + B² അറിയില്ല. എല്ലിന് വില കൊടുക്കാം നമുക്ക്. എല്ലിന് അതായത് നീളം എത്ര തന്നിട്ടുണ്ട് 8² + B² നമുക്ക് അറിയില്ല. D² അറിയാം 10². അപ്പോൾ B² കാണാൻ എന്ത് ചെയ്യണം? 10² നിന്ന് ഈ 8² ഇപ്പുറം വരുമ്പോൾ -8². 100 - 64 = 36. B² 36 ആണ്. അങ്ങനെ ആകുമ്പോൾ ഈ വീതി കാണാൻ എന്ത് ചെയ്യണം? √36 = 6 സെൻറ്റിമീറ്റർ വരും ഉത്തരം. 6. വികർണവും നീളവും തന്നിട്ടുണ്ട്. വികർണവും വീതിയും തന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ വികർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റതിൻ്റെ സ്ക്വയർ കുറച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അതായത് L² + B² എന്ന് പറയുന്നത് D² ആണ്. അപ്പോൾ B² കാണാൻ √D² - L². വികർണത്തിൻ്റെ സ്ക്വയർ ലെങ്തിൻ്റെ സ്ക്വയർ കുറച്ചാൽ B² കാണാം. ലെങ്ത് നീളമാണെങ്കിൽ തിരിച്ച് നീളം √ വികർണത്തിൻ്റെ സ്ക്വയർ - വീതിൻ്റെ സ്ക്വയർ. ഞാൻ ചെയ്യുക. ത്രികോണത്തിൻ്റെ 3 വശങ്ങളുടെ നീളം 3, 4, 5 വ്യത്യസ്ത വശങ്ങളായാൽ നമുക്ക് വിസ്തീർണം കാണാനൊരു ഫോർമുല ഉണ്ട്. വിസ്തീർണം അല്ലെ പരപ്പളം S × S - A × S - B × S - C. ഇതിന് ഹെറോൺസ് ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത്. A = 6 × 6 - 3 × 6 - 4 × 6 - 5, അതായത് 6 × 3 × 2 × 1. അപ്പോൾ നമുക്ക് 6 × 6 എന്ന് കിട്ടും. അതായത് 36ൻ്റെ റൂട്ട് 6 കിട്ടും. 6 ചതുരശ്ര സെൻറ്റിമീറ്റർ. പരപ്പളവ് ചോദിച്ചാലും വിസ്തീർണം ചോദിച്ചാലും ഇതാണ് ഫോർമുല. അപ്പോൾ റോൺസ് ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത്. √S × S - A × S - B × S - C. അല്ലെങ്കിൽ സെമി പെരിമീറ്റർ എന്ന് പറയും എസ്സിന്. അതായത് ആകെ 3ഉം കൂടെ കൂട്ടി അതിൻ്റെ പകുതി സെമി, അതായത് 3 വശം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക. അതായത് 12ൻ്റെ പകുതി 6. √S × S - A × S - B × S - C. S എന്ന് പറയുന്നത് 6 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. 6 × 6 - ആദ്യത്തെ സൈഡ് × 6 - രണ്ടാമത്തെ സൈഡ് B. അടുത്ത 6 - 5. ഇനി അത് കുറച്ച് എഴുതും. 6 × 3 പോകും 3. 6 × 3 × 2 × 1 6 × 6 √36 6 വരും ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.